ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐം കാൽക്കുലേറ്റിംഗ്. PSC ബുള്ളറ്റിനിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി. ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ഏറ്റവും കൂടുതൽ തവണ സിനിമയാക്കിയ ഇന്ത്യൻ നോവൽ ദേവദാസ്. ഏറ്റവും കൂടുതൽ തവണ സിനിമയാക്കിയ ഇന്ത്യൻ നോവലാണ് ദേവദാസ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിഥിയം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിഥിയം. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം. ഏറ്റവും തിരക്കേറിയ സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. ഏറ്റവും തിരക്കേറിയ സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. ഏറ്റവും തണുപ്പ് കൂടിയ വൻകര അന്റാർട്ടിക്ക. ഏറ്റവും തണുപ്പ് കൂടിയ വൻകര അന്റാർട്ടിക്ക. ഏത് നദിയുടെ അവസാന ഭാഗമാണ് കീർത്തിനാശിനി എന്നറിയപ്പെടുന്നത്? ഗംഗ, ബ്രഹ്മപുത്ര നദികൾ സംയോജിച്ചുണ്ടാകുന്ന മേഘ്നയുടെ അവസാന ഭാഗമാണ് കീർത്തിനാശിനി എന്നറിയപ്പെടുന്നത്. ഏത് നദിയുടെ അവസാന ഭാഗമാണ് കീർത്തിനാശിനി എന്നറിയപ്പെടുന്നത്? ഗംഗ, ബ്രഹ്മപുത്ര നദികൾ സംയോജിച്ചുണ്ടാകുന്ന മേഘ്നയുടെ അവസാന ഭാഗമാണ് കീർത്തിനാശിനി എന്ന് അറിയപ്പെടുന്നത്. ഏത് നദിയുടെ പോഷക നദിയാണ് തൂതപ്പുഴ? ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് തൂതപ്പുഴ. ഒരു നദിയിലേക്ക് വന്നു ചേരുന്ന നദികളെയാണ് പോഷക നദികൾ എന്ന് പറയുന്നത്. തൂതപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. ഏത് നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ? പെരിയാർ. ഏത് നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ? പെരിയാറിന്റെ പോഷക നദിയാണ് മുതിരപ്പുഴ. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? കൃഷ്ണ. കൃഷ്ണയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. ഏത് നദിയുടെ തീരത്താണ് പാറ്റ്ന? ഗംഗാ നദിയുടെ തീരത്താണ് പാറ്റ്ന സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയുടെ തീരത്താണ് പാറ്റ്ന സ്ഥിതി ചെയ്യുന്നത്? ഗംഗാ നദിയുടെ തീരത്ത്. ഏത് പ്രദേശത്തിന്റെ ചരിത്രത്തെക്കുറിച്ചാണ് രാജതരംഗിണി പ്രതിപാദിക്കുന്നത്? കാശ്മീർ. കാശ്മീരിന്റെ ചരിത്രത്തെക്കുറിച്ചാണ് രാജതരംഗിണി പ്രതിപാദിക്കുന്നത്. ഏത് ഗ്രന്ഥത്തിൽ നിന്നുള്ള വരികളാണ് കുത്തബ് മിനാറിന്റെ ഭിത്തിയിൽ കാണുന്നത്? ഖുറാനിൽ നിന്നുമുള്ള വരികൾ. ഏത് ഗ്രന്ഥത്തിൽ നിന്നുള്ള വരികളാണ് കുത്തബ് മിനാറിന്റെ ഭിത്തിയിൽ കാണുന്നത്? ഖുറാനിൽ നിന്നുള്ള വരികളാണ് കുത്തബ് മിനാറിന്റെ ഭിത്തിയിൽ കാണുന്നത്. ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് കോലാട്ടം? തമിഴ്നാട്. തമിഴ്നാട്ടിലെ നൃത്തരൂപമാണ് കോലാട്ടം. ഏത് സംസ്ഥാനത്തെയാണ് ജനങ്ങൾ വനാഞ്ചൽ എന്നും വിളിക്കുന്നത്? ജാർഖണ്ഡ്. ജാർഖണ്ഡ് സംസ്ഥാനത്തിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വനാഞ്ചൽ. ഏത് സംസ്ഥാനത്തെയാണ് ജനങ്ങൾ വനാഞ്ചൽ എന്നും വിളിക്കുന്നത്? ജാർഖണ്ഡ്. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ഛത്തീസ്ഗഡ് സംസ്ഥാനം രൂപീകരിച്ചത്? മധ്യപ്രദേശ്. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ഛത്തീസ്ഗഡ് സംസ്ഥാനം രൂപീകരിച്ചത്? മധ്യപ്രദേശ് സംസ്ഥാനത്തിനെ വിഭജിച്ചാണ് ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനം രൂപീകരിച്ചത്. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചത്? ബീഹാറിനെ വിഭജിച്ചാണ് ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചത്. ഏത് സംസ്ഥാനത്തെ വിഭജിച്ചാണ് ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചത്? ബീഹാറിനെ. ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് ബെൻ കിങ്സ്ലിക്ക് ഓസ്കാർ അവാർഡ് ലഭിച്ചത്? ഗാന്ധി എന്ന ചിത്രത്തിലെ അഭിനയത്തിന്. ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് ബെൻ കിങ്സ്ലിക്ക് ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്? ഗാന്ധി എന്ന ചിത്രത്തിലെ അഭിനയത്തിന്. ഏത് പഞ്ചായത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്? മൂന്നാർ പഞ്ചായത്തിൽ. ഏത് പഞ്ചായത്തിലാണ്
ആനമുടി സ്ഥിതി ചെയ്യുന്നത്? മൂന്നാർ പഞ്ചായത്തിൽ. ഏത് ബാഹ്മണി രാജാവിന്റെ കാലത്തെ പറ്റിയാണ് റഷ്യൻ വ്യാപാരിയായ അഥനേഷ്യസ് നിക്തിൻ വിവരിച്ചത്? മുഹമ്മദ് മൂന്നാമനെ പറ്റിയാണ്. ഏത് ബാഹുമണി രാജാവിന്റെ കാലത്തെ പറ്റിയാണ് റഷ്യൻ വ്യാപാരിയായ അഥനേഷ്യസ് നിക്തിൻ വിവരിച്ചത്? മുഹമ്മദ് മൂന്നാമൻ രാജാവിന്റെ കാലത്തെ പറ്റിയാണ് റഷ്യൻ വ്യാപാരിയായ അഥനേഷ്യസ് നിക്തിൻ വിവരിച്ചത്. റഷ്യൻ വിപ്ലവകാലത്തെ സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ. റഷ്യൻ വിപ്ലവകാലത്തെ സാർ ചക്രവർത്തിയാണ് നിക്കോളാസ് രണ്ടാമൻ. റാണ പ്രതാപിന്റെ കുതിര ചേതക്. റാണ പ്രതാപിന്റെ കുതിര ചേതക്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഹൗസ് ഓഫ് കോമൺസിലെ പ്രതിപക്ഷ നേതാവ് വിൻസ്റ്റൺ ചർച്ചിൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഹൗസ് ഓഫ് കോമൺസിലെ പ്രതിപക്ഷ നേതാവായിരുന്നത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേര് രാജസ്ഥാൻ കനാൽ. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേര് രാജസ്ഥാൻ കനാൽ. രക്തരഹിത വിപ്ലവം നടന്ന രാജ്യം ഇംഗ്ലണ്ട്. രക്തരഹിത വിപ്ലവം നടന്ന രാജ്യം ഇംഗ്ലണ്ട്. ഇറ്റലിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം വത്തിക്കാൻ. ഇറ്റലിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് വത്തിക്കാൻ. ഇലകളിൽ ആഹാരം ശേഖരിക്കുന്ന ഒരു സസ്യമാണ് ക്യാബേജ്. ഇലകളിൽ ആഹാരം ശേഖരിക്കുന്ന ഒരു സസ്യമാണ് ക്യാബേജ്. രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിന്റെ ഈറ്റില്ലം കൊട്ടാരക്കര. രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിന്റെ ഈറ്റില്ലമാണ് കൊട്ടാരക്കര. രാജർഷി എന്നറിയപ്പെട്ടിരുന്ന ഭാരതരത്നം ജേതാവ് പുരുഷോത്തം ദാസ് ടണ്ടൻ. രാജർഷി എന്നറിയപ്പെട്ടിരുന്ന ഭാരതരത്നം ജേതാവാണ് പുരുഷോത്തം ദാസ് ടണ്ടൻ. രണ്ടാം പാനിപ്പറ്റ് യുദ്ധത്തിൽ മുഗൾ സൈന്യവുമായി ഏറ്റുമുട്ടിയ മുഹമ്മദ് ആദിൽ ഷായുടെ പടത്തലവൻ ഹെമു. രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ മുഗൾ സൈന്യവുമായി ഏറ്റുമുട്ടിയ മുഹമ്മദ് ആദിൽ ഷായുടെ പടത്തലവനാണ് ഹെമു. രണ്ടാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം ഏതാണ്? 1556. രജനീകാന്തിന്റെ യഥാർത്ഥ നാമം ശിവാജി റാവു ഗെയ്ക്വാദ്. രജനീകാന്തിന്റെ യഥാർത്ഥ നാമം ശിവാജി റാവു ഗെയ്ക്വാദ്. രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ട ഉൽപാദനം. രജത വിപ്ലവം മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈസ്റ്റർ ദ്വീപ് ഏത് രാജ്യത്താണ്? ചിലി. ഈസ്റ്റർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ചിലിയിലാണ്. ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഗ്ലാസ് പൈറോ ഗ്ലാസ്. ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഗ്ലാസ്സാണ് പൈറോ ഗ്ലാസ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തൃശൂർ വേലൂരിലെ തയ്യൂർ ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമമാണ് തൃശൂർ വേലൂരിലെ തയ്യൂർ ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൗൺ പാനിപ്പട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൗൺ ആണ് പാനിപ്പട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം സ്ഥാപിച്ച വംശം മൗര്യന്മാർ. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം സ്ഥാപിച്ച വംശമാണ് മൗര്യന്മാർ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് സ്ഥാപിതമായത്? ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഭൂട്ടാൻ. ഇന്ത്യയുമായി
അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഭൂട്ടാനാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. കൃത്രിമ ജീൻ നിർമ്മിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ഹർഗോവിന്ദ് ഖുരാന. കൃത്രിമ ജീൻ നിർമ്മിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ഹർഗോവിന്ദ് ഖുരാന. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത്? വ്യാഴത്തിൽ. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത്? വ്യാഴത്തിൽ. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്? നെപ്റ്റ്യൂണിൽ. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്? നെപ്റ്റ്യൂണിൽ. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത്? യുറാനസിന്റെ ഉപഗ്രഹങ്ങൾക്ക്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത്? യുറാനസിന്റെ ഉപഗ്രഹങ്ങൾക്ക്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ടൈറ്റാനിയ? യുറാനസിന്റെ ഉപഗ്രഹമാണ് ടൈറ്റാനിയ. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ടൈറ്റാനിയ? യുറാനസിന്റെ. രാജിവെച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. രാജിവെച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന്റെ ഉത്തരഭാഗം അറിയപ്പെടുന്നത് കൊങ്കൺ തീരം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന്റെ ഉത്തരഭാഗം അറിയപ്പെടുന്നത് കൊങ്കൺ തീരം എന്നാണ്. ഇന്ത്യയുടെ ചായത്തോട്ടം എന്നറിയപ്പെടുന്നത് ആസാം. ഇന്ത്യയുടെ ചായത്തോട്ടം എന്നറിയപ്പെടുന്നത് ആസാമാണ്. ത്രിപിടകങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുദ്ധമതം. ത്രിപിടകങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എവിടെ മനസ്സ് ഭയരഹിതമാകുന്നുവോ അവിടെ ശിരസ് ഉന്നതമാകും എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. എവിടെ മനസ്സ് ഭയരഹിതമാകുന്നുവോ അവിടെ ശിരസ് ഉന്നതമാകും എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. എവിടെ വെച്ചാണ് ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തിന്റെ അനുയായികളോടൊപ്പം ചേർന്ന് ബുദ്ധമതം സ്വീകരിച്ചത്? നാഗ്പൂരിൽ വെച്ച്. എവിടെ വെച്ചാണ് ഡോക്ടർ അംബേദ്കർ അനുയായികളോടൊപ്പം ചേർന്ന് ബുദ്ധമതം സ്വീകരിച്ചത്? നാഗ്പൂരിൽ വെച്ച്. കൃഷ്ണനാട്ടത്തിന് രൂപം നൽകിയ സാമൂതിരി രാജാവ് മാനവേദൻ. കൃഷ്ണനാട്ടത്തിന് രൂപം നൽകിയ സാമൂതിരി രാജാവാണ് മാനവേദൻ. ശങ്കേഴ്സ് വീക്കിലിയുടെ മുദ്ര എന്തായിരുന്നു? കഴുതപ്പുറത്തിരിക്കുന്ന ചെണ്ടക്കാരൻ. ശങ്കേഴ്സ് വീക്കിലിയുടെ മുദ്ര കഴുതപ്പുറത്തിരിക്കുന്ന ചെണ്ടക്കാരനാണ്. ഏത് അനുച്ഛേദം പ്രകാരമാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് 12 പേരെ നാമനിർദ്ദേശം ചെയ്യുന്നത്? ആർട്ടിക്കിൾ 80 പ്രകാരം. ഏത് അനുച്ഛേദം പ്രകാരമാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് 12 പേരെ നാമനിർദ്ദേശം ചെയ്യുന്നത്? ആർട്ടിക്കിൾ 80 പ്രകാരം. ഏത് മഗധ രാജാവിന്റെ കാലത്താണ് ശ്രീബുദ്ധൻ അന്തരിച്ചത്? അജാതശത്രുവിന്റെ കാലത്ത്. ഏത് മഗധ രാജാവിന്റെ കാലത്താണ് ശ്രീബുദ്ധൻ അന്തരിച്ചത്? അജാതശത്രുവിന്റെ കാലത്ത്. ഏത് മുഗൾ രാജകുമാരനാണ് ഭഗവത്ഗീത പേർഷ്യനിലേക്ക് തർജ്ജമ ചെയ്തത്? ദാരാ ഷുക്കോ. ഏത് മുഗൾ രാജകുമാരനാണ് ഭഗവത്ഗീത പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത്? ദാരാ ഷിക്കോവാണ് ഭഗവത്ഗീത പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത്. ദാരാ ഷിക്കോവാണ് ഭഗവത്ഗീത പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത്. ഏത് മുഗൾ ചക്രവർത്തിയാണ് സാംഭാജിയെ വധിച്ചത്? ഔറംഗസീബ്. ഏത് മുഗൾ ചക്രവർത്തിയാണ് സാംഭാജിയെ വധിച്ചത്? ഔറംഗസീബ്. ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് മുഗൾ ശില്പകല അതിന്റെ പാരമ്യതയിൽ എത്തിയത്? ഷാജഹാന്റെ കാലത്ത്. ഏത്
മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് മുഗൾ ശില്പകല അതിന്റെ പാരമ്യതയിൽ എത്തിയത്. ഷാജഹാന്റെ കാലത്ത്. ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിതമായത്? അക്ബറിന്റെ കാലത്ത്. ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിതമായത്? അക്ബറിന്റെ കാലത്ത്. ഏത് ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്? 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. ഏത് ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്? 1934 RBI ആക്ട് പ്രകാരമാണ് 1935 RBI നിലവിൽ വന്നത്. വയനാട്ടിലെ ഇടയ്ക്കൽ ഗുഹകളെ കുറിച്ച് ആദ്യമായി ആധികാരിക പഠനം നടത്തിയത് ഫാസറ്റ് ആണ്. വയനാട്ടിലെ ഇടയ്ക്കൽ ഗുഹകളെ കുറിച്ച് ആദ്യമായി ആധികാരിക പഠനം നടത്തിയത് 1901 ഫാസറ്റ് ആണ്. വസ്തുക്കളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് മോഹ് സ്കെയിൽ. വസ്തുക്കളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് മോഹ് സ്കെയിൽ. വസ്തു കരം അടയ്ക്കേണ്ടത് എവിടെയാണ്? വില്ലേജ് ഓഫീസിൽ. വസ്തുവിന്റെ കരം അടയ്ക്കേണ്ടത് വില്ലേജ് ഓഫീസിലാണ്. വാനവരമ്പൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ചേര രാജാവാണ് ഉദിയൻ ചേരൻ. വാനവരമ്പൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ചേര രാജാവാണ് ഉദിയൻ ചേരൻ. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ഓച്ചിറക്കളിയും 12 വിളക്കും. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ഓച്ചിറക്കളിയും 12 വിളക്കും. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന വർഷം 1984. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന വർഷമാണ് 1984. വാളൻ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. വാളൻ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച ഭരണാധികാരി രാജശേഖര വർമ്മ. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് രാജശേഖര വർമ്മ. വിപ്ലവ ചിന്തകൾ പുലർത്തിയതിന് 1831 ഹിന്ദു കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ കവിയാണ് ഹെൻറി ഡെറോസിയോ. വിപ്ലവ ചിന്തകൾ പുലർത്തിയതിന് 1831 ഹിന്ദു കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ കവിയാണ് ഹെൻറി ഡെറോസിയോ. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന കൃതി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോൻ. കന്യകാ റാണി എന്ന പേരിൽ ലോക ചരിത്രത്തിൽ പ്രസിദ്ധയായത് 1-ാം എലിസബത്ത് റാണിയാണ്. കന്യകാ റാണി എന്ന പേരിൽ ലോക ചരിത്രത്തിൽ പ്രസിദ്ധയായത് 1-ാം എലിസബത്ത് റാണി. കരയിലെ മൃഗങ്ങളിൽ വലുപ്പത്തിൽ 2-ാം സ്ഥാനമുള്ളത് ഹിപ്പോപൊട്ടാമസിനാണ്. കരയിലെ മൃഗങ്ങളിൽ വലുപ്പത്തിൽ 2-ാം സ്ഥാനം ഹിപ്പോപൊട്ടാമസ്, 1-ാം സ്ഥാനം ആനയ്ക്കാണ്. കാശ്മീർ കരാറിൽ ഒപ്പുവച്ച രാജാവ് ഹരി സിംഗ്. കാശ്മീർ കരാറിൽ ഒപ്പുവച്ച രാജാവാണ് ഹരി സിംഗ്. കാക്കനാടന്റെ യഥാർത്ഥ പേര് ജോർജ് വർഗീസ് എന്നാണ്. കാക്കനാടന്റെ യഥാർത്ഥ പേര് ജോർജ് വർഗീസ്. കാച്ചിക്കുറുക്കിയെടുത്ത കവിത എന്ന് വിളിക്കുന്നത് ആരുടെ രചനയെയാണ്? വൈലോപ്പിള്ളിയുടെ രചനകളെയാണ് കാച്ചിക്കുറുക്കിയെടുത്ത കവിത എന്ന് വിളിക്കുന്നത്. കാച്ചിക്കുറുക്കിയെടുത്ത കവിത എന്ന് വിളിക്കുന്നത് ആരുടെ രചനയെയാണ്? വൈലോപ്പിള്ളിയുടെ രചനകളെ. ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന വർഷം AD 1599. ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന വർഷം AD 1599. ലണ്ടനിൽ ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മ.
ലണ്ടനിൽ ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മയാണ്. ലണ്ടനിൽ വെച്ച് കണ്ട ഏത് ഇന്ത്യക്കാരന്റെ ശിഷ്യത്വമാണ് മാർഗരറ്റ് നോബൽ സ്വീകരിച്ചത്? സ്വാമി വിവേകാനന്ദന്റെ. ലണ്ടനിൽ വെച്ച് കണ്ട ഏത് ഇന്ത്യക്കാരന്റെ ശിഷ്യത്വമാണ് മാർഗരറ്റ് നോബൽ സ്വീകരിച്ചത്? സ്വാമി വിവേകാനന്ദന്റെ. APJ അബ്ദുൽ കലാമിനെതിരെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി. APJ അബ്ദുൽ കലാമിനെതിരെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. LBW ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. LBW ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന പ്രതലം ഏത് നിറത്തിൽ കാണപ്പെടുന്നു? കറുപ്പ് നിറത്തിൽ. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന പ്രതലം ഏത് നിറത്തിൽ കാണപ്പെടുന്നു? കറുപ്പ് നിറത്തിൽ. എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീത ഉപകരണമാണ് സാരംഗി. എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീത ഉപകരണമാണ് സാരംഗി.